മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്തത് 20/3/1998 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. തൃക്കേട്ടയാണ് നക്ഷത്രം. തൃക്കേട്ട 2-ാം പാദം. ഇടവലഗ്നം. 2-3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ രാഹു. 5-6 ഭാവങ്ങൾ ശൂന്യം. 7-ൽ ചന്ദ്രൻ. 8 ശൂന്യം. 9-ൽ ശുക്രൻ. 10-ൽ വ്യാഴം, കേതു. 11-ൽ സൂര്യൻ, ബുധൻ, കുജൻ, ശനി. 12-ൽ ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണിത്. വിവാഹ സംബന്ധമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഒരാൾ ഈ ഗ്രഹനിലയുമായി എന്നെ സമീപിച്ചിരുന്നത്. ഇതിലെടുത്ത് പറയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, ലഗ്നാധിപൻ ശുക്രൻ ലഗ്നത്തിലേക്ക് 12-ൽ നിൽക്കുന്ന ഗുളികൻ്റെ 2-ാം ദൃഷ്ടി. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിൻ്റ് തന്നെയാണത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത്. അതുപോലെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ, പ്രത്യേകിച്ചും ശനിയുടെ ക്ഷേത്രത്തിൽ മകരത്തിൽ നിൽക്കുന്നു. ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെയാണ് ചന്ദ്രൻ ഇവിടെ നീചസ്ഥനാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ 12-ൽ വ്യയസ്ഥാനത്ത് ഗുളികൻ. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ, അനാവശ്യമായിട്ടുള്ള ധനം ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൈമോശം വരാനുള്ള സാധ്യതകൾ പോലെയുള്ള അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഇടവിട്ടോ അല്ലാതെയൊക്കെ ആയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. 12-ൽ നിൽക്കുന്ന ഗുളികൻ പ്രത്യേകിച്ചും അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ഭാഗമായിട്ട് കാശ് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥകൾക്കൊപ്പം നിൽക്കേണ്ടതായിട്ട് വരാം എന്നാണ് സൂചന പൊതുവേ നൽകാറ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വ്യാഴമാകട്ടെ ലഗ്നാൽ 10-ൽ നിൽക്കുന്നു, കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ. ലഗ്നാധിപൻ ശുക്രൻ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ആഡംബര പ്രിയം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ശുക്രലഗ്നം, ശുക്രൻ ആഡംബര പ്രിയമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം കിടക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ അതിലേക്ക് തന്നെ ഗുളികൻ്റെ ദൃഷ്ടിയും വരുമ്പോൾ ആഡംബരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ധനച്ചെലവുകൾ നിയന്ത്രിച്ചു നിർത്താൻ ഈ വ്യക്തി ഒരൽപ്പം ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വരാം. അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. 10-ൽ വ്യാഴം കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജോലി, നിൽക്കുന്ന ജോലിയിൽ നിന്നും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്താൽ ആ ജോലിയിൽ നിന്നും മാറി മറ്റെവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകളും ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനത് മാത്രമല്ല കാരണം 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനോടൊത്ത്, കുജനോടൊത്ത്, നീചസ്ഥനായ ബുധനോടൊത്ത് ഗുളികൻ്റെ 12-ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. വളരെ മോശമാണത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാലും ആശ്വാസം എന്നോണം 10-ൽ വ്യാഴമുണ്ട്, കേതുവിനോടൊത്താണ്. എന്നിരുന്നാൽ തന്നെയും വ്യാഴമുണ്ട് എന്നതൊരു വലിയ ആശ്വാസം തന്നെയാണ്. സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ, ജോലി സംബന്ധമായിട്ട് ജോലി സമ്പാദിക്കണമെന്നും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായി തന്നെ നിലകൊള്ളണമെന്നും ഒക്കെ നിരന്തരം ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില നെഗറ്റീവ് പോയിൻറ്റ്സിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് എന്ന് കരുതി അതിനെ ഭയപ്പെടുകയല്ല വേണ്ടത്. അല്പം കൂടെ ശ്രദ്ധയോടെ, കരുതലോടെ ഒന്നുകൂടെ കാര്യങ്ങളെ മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നൊരർത്ഥം മാത്രമേ അതിനുള്ളൂ. ഭയപ്പെട്ടതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നും തിരിച്ചറിയുക. ധൈര്യത്തോടെ ജീവിതത്തെ സമീപിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോകാനായി ശ്രദ്ധയോടെ പരിശ്രമിക്കുക. അത്രമാത്രമാണ് ഇത്തരം ഗ്രഹസ്ഥിതി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7. 7-ൽ നീചസ്ഥനായി ചന്ദ്രൻ. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ ശനിയോടൊത്ത്, സൂര്യനോടൊത്ത്, നീചസ്ഥനായ ബുധനോടൊത്ത് ഗുളികൻ്റെ 12-ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജാഗ്രതയോടെയും മാത്രമേ ഇദ്ദേഹം വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ എന്നൊരർത്ഥം ഇതിൽ
വളരെ വ്യക്തമാണ്, സുവ്യക്തമാണ്. 7ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം, പ്രത്യേകിച്ചും 7ൽ ചന്ദ്രൻ, 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ ശനിയോടൊത്ത് നിൽക്കുന്നത് ഒന്നാമത്തെ നെഗറ്റീവാണ്. കുജൻ ശനി ബന്ധം. അതുപോലെ അവിടെ സൂര്യൻ നിൽക്കുന്നു, നീചസ്ഥനായി ബുധൻ നിൽക്കുന്നു, അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും വരുന്നു. ഈ വ്യക്തി കല്യാണം കഴിക്കാൻ സാധ്യതയുള്ള പാർട്ട്ണർ, അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് അല്പസ്വല്പം കടുപ്പ സ്വഭാവമുള്ള അല്ലെങ്കിൽ റഫ് ഹേർട്ടഡ് ആയിട്ടുള്ള ഒരു ആളായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റഫ് ഹേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരൻ അങ്ങനെയൊന്നുമല്ല അതിൻ്റെ അർത്ഥം വരുന്നത്. അല്പം കട്ടി മനസ്സ് അദ്ദേഹത്തിന് കാണും, വാശി, മുൻകോപം, എടുത്തുചാട്ടം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ തർക്കങ്ങൾ ഉന്നയിക്കുക, തർക്കിച്ചാൽ ആ വ്യക്തിക്ക് ജയം സംഭവിക്കുക പോലെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഈ വ്യക്തി സഞ്ചരിക്കേണ്ടി വരാം വിവാഹ സംബന്ധമായിട്ട്. അതാരെ കല്യാണം കഴിച്ചാൽ പോലും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഗ്രഹനില വെച്ച് വളരെ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അവിടെ ഇദ്ദേഹത്തിന് വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് കാണിക്കുന്ന ഗ്രഹസ്ഥിതിയാണ് ഇവിടെ. 7ൽ ചന്ദ്രൻ, 7ാം ഭാവാധിപൻ നേരത്തെ പറഞ്ഞ ഗ്രഹങ്ങൾക്കൊപ്പം ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 5ാം ഭാവം, മനസ്സിൻ്റെ സ്ഥാനം, സന്താന സ്ഥാനം. 1, 2, 3, 4, 5. 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ 11ൽ നീചസ്ഥനായി നിൽക്കുന്നു ഗുളികൻ്റെ ദൃഷ്ടിയിൽ. അതുപോലെ തന്നെ കുജനും ശനിയും സൂര്യനും 5ാം ഭാവാധിപനോടൊപ്പമുണ്ട്. അപ്പോൾ ഈ വ്യക്തിയും ഒരു പരിധിയിൽ കൂടുതൽ വിട്ടുവീഴ്ച അല്ലെങ്കിൽ വിട്ടുവീഴ്ച മനോഭാവം അല്ലെങ്കിൽ വിട്ടുകൊടുക്കില്ല എന്നും പറയാം. അപ്പോൾ എന്ത് സംഭവിക്കും? രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഏത് കാര്യത്തിലാണോ തർക്കത്തിൽ ഏർപ്പെടുന്നത് ആ തർക്കം നീണ്ടു നിൽക്കും അല്ലെങ്കിൽ ആ തർക്കം നിലനിൽക്കും. ആ തർക്കം തീരുന്നത് വരെ പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നും ഇതിനൊരർത്ഥമുണ്ട്. അപ്പോൾ കൃത്യമായി കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി വേണം ഇത്തരം ആളുകൾ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. നാളും പൊരുത്തവും ഗ്രഹനിലയും ഒക്കെ ഒത്താൽ തന്നെയും കല്യാണം കഴിക്കാൻ പോകുന്നയാളെ കൃത്യമായി കണ്ട് സംസാരിച്ച് എന്താണ് അദ്ദേഹമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം വിവാഹത്തിലേക്ക് പോകാനായിട്ട്. അതല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഈ വ്യക്തി സഞ്ചരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഗ്രഹനില അത് നിസ്സംശയം പറയുന്നുണ്ട് എന്നും മനസ്സിലാക്കുക. നിസ്സംശയം പറയുന്നുണ്ട് എന്നും മനസ്സിലാക്കുക. 7ൽ ചന്ദ്രൻ, 7ാം ഭാവാധിപൻ, പ്രത്യേകിച്ചും കുജൻ ശനിയോടത്ത് തീയും കാറ്റും പോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ചൂടനായിട്ടുള്ള സൂര്യനോടത്ത്, നീചസ്ഥനായ അറിവിൻ്റെ കാരകൻ ബുധനോടത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ എന്ന് പറയുമ്പോൾ ഇത് വളരെ കട്ടി കൂടിയ നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇത്തരം ആളുകൾ വളരെ ശ്രദ്ധിച്ചു മാത്രമേ വിവാഹം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് പോകാവൂ. അതുപോലെ തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് രാഹുവിൻ്റെ ദൃഷ്ടി. 1, 2, 3, 4, 5, 6. രാഹുവിൻ്റെ 6ാം ദൃഷ്ടി വിവാഹകാരകനായിട്ടുള്ള, പ്രത്യേകിച്ചും ഇവിടെ ലഗ്നാധിപൻ കൂടിയായിട്ടുള്ള ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രനിലേക്ക് വരുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ മുൻപരിചയമുള്ള, ഏതെങ്കിലും രീതിയിൽ നേരത്തെ അറിവുള്ള ഒരാൾ വിവാഹസ്ഥാനത്ത് വരാനുള്ള ഒരു സാധ്യതയും ചെറുതല്ല. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ കൃത്യമായും പാലിക്കാൻ ശ്രമിക്കുക. ആ വ്യക്തി തന്നോടൊത്ത് ചേർന്ന് പോകുന്ന സ്വഭാവക്കാരനാണ് എന്ന് ഒരു ചിന്ത, അതല്ല എങ്കിൽ ഒരു തിരിച്ചറിവ് വരുന്നുവെങ്കിൽ മാത്രമേ ആ വ്യക്തിയുമായി മുന്നോട്ട് പോകാവൂ എന്നാണ് ഈ ഗ്രഹനില കൃത്യമായും പറയുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് 1, 2, 3, 4, 5, 6, 7 രാഹുവിൻ്റെ 6, 7 ദൃഷ്ടികൾ. അത് കഴിഞ്ഞാൽ 8, 9 രാഹുവിൻ്റെ 9ാം ദൃഷ്ടി എന്ന് പറയുന്നത് 12ലേക്കാണ് ഗുളികൻ നിൽക്കുന്നിടത്തേക്ക്. അപ്പോൾ ചെലവുകൾ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഒന്നുകൂടെ, അതായത് ഏതെങ്കിലുമൊക്കെ കളവ് സംബന്ധമായിട്ടോ അതല്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലോ നമ്മൾ അറിയാത്ത രീതിയിലോ പണം കൈമോശം വരാനുള്ള, ധനനഷ്ടം സംഭവിക്കാനുള്ള ഒരു സാധ്യത സൂത്രപ്പണികളിലൂടെ അല്ലെങ്കിൽ സൂത്രപ്പണികളിൽ തലവയ്ക്കുക വഴി ഏതെങ്കിലും രീതിയിൽ ധനം കൈമോശം വരാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നും മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചു വേണം ഈ വ്യക്തി കൈകാര്യം ചെയ്യാനായിട്ട്. ഇനി ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെയാണ് സൂര്യനോടൊത്ത്, ശത്രുവായ സൂര്യനോടൊത്ത്, നീചസ്ഥനായ ഗ്രഹത്തോടൊത്ത്, കുജനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടിയും ലഗ്നത്തിലേക്കുണ്ട്. അതായത് അപ്പോൾ
ശനിയും ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, ശനി പുത്രനായ ഗുളികനും ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് അല്പസ്വല്പം ടഫായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ കൃത്യമായി തന്നെ സഞ്ചരിക്കേണ്ടി വരാമെന്നതിനുള്ള ഒരു സൂചന കൂടിയാണത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന, കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് നേരത്തെ കൂട്ടി തന്നെ അറിഞ്ഞ് കൃത്യമായി തന്നെ വേണ്ട രീതിയിൽ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇതുപോലെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം നേരത്തെ കൂട്ടി വിവാഹം കഴിച്ചു ഒന്നും അറിയാതെ പോയി വിവാഹം എന്ന് പറയുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കണ്ണടച്ച് ഇദ്ദേഹത്തിന് മോശമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ കൈപ്പേറിയ അനുഭവങ്ങളുണ്ടാകും. ഇവിടെ എന്തുകൊണ്ടാണ് ഈ അനുഭവങ്ങൾ നെഗറ്റീവായിട്ട് വരാൻ സാധ്യത എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായി പരിഹാരങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടെങ്കിലും നിർത്താൻ സാധിക്കും എന്നത് മാത്രമാണ് പരിഹാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാരണവശാലും പരിഹാരം ചെയ്തു എന്ന് കരുതി 12-ൽ നിൽക്കുന്ന ഗുളികൻ ലഗ്നത്തിലേക്കോ 11-ലേക്കോ മാറുന്നില്ല. അതിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു 60% കാര്യങ്ങളെ മുന്നോട്ട് പോസിറ്റീവായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജീവിതശൈലി ക്രമപ്പെടുത്തിയെടുക്കാനുള്ള ഊർജം കിട്ടുക. അതുമാത്രമാണ് പരിഹാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ തൃക്കേട്ടയാണ് നക്ഷത്രം. ബുധദശയിലായിരുന്നു ജനനം. 2007 വരെ ബുധദശ, അതിനുശേഷം 7 കൊല്ലം കേതു, ശേഷം ശുക്രൻ 2034 വരെ, അതിനുശേഷം സൂര്യദശ 2040 വരെ, ശേഷം ചന്ദ്രൻ 2050 വരെ, ശേഷമാണ് ചൊവ്വ, രാഹു, ഗുരു എന്നീ ദശകളുടെ കടന്നുവരവ്. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകളെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇദ്ദേഹത്തിന് നടപ്പ് ദശ എന്ന് പറയുന്നത് ശുക്രദശയിൽ ഗുരുവിൻ്റെ അപഹാരമാണ്. ശുക്രനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ലഗ്നത്തിലേക്ക് ഗുളികനും ശനിയും ദൃഷ്ടിയുണ്ട്. ശുക്ര ലഗ്നമാണ്. അതുപോലെ തന്നെയാണ് വ്യാഴത്തിൻ്റെ അപഹാരമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ കേതുവിനോടൊത്ത് നിൽക്കുന്ന വ്യാഴം, രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന വ്യാഴം അല്പസ്വല്പം കാര്യങ്ങളെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു സമയത്തിലൂടെ സഞ്ചരിക്കുന്നുവെന്നും മനസ്സിലാക്കുക. കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു തന്നെ ഇദ്ദേഹം മുന്നോട്ട് പോകുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.